നബിദിന റാലിയും സമ്മേളനവും നടത്തി. കായംകുളം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയാണ് റാലിയും സമ്മേളനവും നടത്തിയത്. മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. നബിദിനത്തിന്റെ ഭാഗമായാണ് കായംകുളത്ത് നബിദിന റാലി സംഘടിപ്പിച്ചത്. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നബിദിന റാലിയും സമ്മേളനവും. മന്ത്രി എം ലിജു നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യുദ്ധത്തിൽ പോലും നീതിയും മാനവികതയും ഉയർത്തിപ്പിടിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി എന്ന് മന്ത്രി പറഞ്ഞു. യുദ്ധത്തിൽ സ്ത്രീകളെയും വൃദ്ധരെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അടുത്ത ദിവസം ലോകം അവസാനിക്കുമെന്ന് ഉറപ്പായാലും ഇന്നൊരു വൃക്ഷത്തെ നടണമെന്ന നബിയുടെ പ്രഖ്യാപനം പരിസ്ഥിതിക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം വിളിച്ചോതുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ലോകം നേരിടുന്ന നിരവധി പ്രതിസന്ധികൾക്ക് പരിഹാരമായി പ്രവാചക സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ട കാലമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജൂതന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നബി തിരുമേനിയോട് ജൂതന്റെ ശരീരമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മനുഷ്യനാണല്ലോ എന്നുള്ളതാണ് വ്യക്തമാക്കുന്ന സന്ദേശം. അപ്പോ വർണ്ണത്തോട് അദ്ദേഹത്തിന് വർണ്ണവിവേചനത്തോട് യോജിപ്പില്ല, വംശീയ വിവേചനത്തിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. വിമർശനങ്ങളെ, അതായത് വിമർശനങ്ങളോട് നമുക്ക് പലപ്പോഴും നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്. അത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും ഏത് തരത്തിലുള്ള നേതൃത്വമാണ് എന്നുണ്ടെങ്കിലും വിമർശിക്കുന്നവരോട് ഇഷ്ടമില്ലായ്മ എന്നൊരു സുപ്രധാനമായ ഒരു ട്രൈറ്റ് ആണ് പലരുടെയും. നബി തിരുമേനി അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് തന്നെ വിമർശനങ്ങളോട് എങ്ങനെ സഹിഷ്ണുത പുലർത്തണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ തുടർച്ചയായി അസഭ്യം പറയുമായിരുന്ന ഒരു ജൂത വനിത അവരെ സ്ഥിരമായി കാണാതിരുന്നപ്പോൾ, അവരെ സ്ഥിരമായി വരും, അവർ അസഭ്യം പറഞ്ഞിട്ട് പോകും. അവരൊരു ദിവസം വരാതിരുന്നപ്പോൾ അവരെവിടെ എന്ന് അന്വേഷിച്ച് അവർക്ക് സുഖമില്ല, അല്ലെങ്കിൽ അവർ അസുഖമായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അങ്ങോട്ട് പോയി സന്ദർശിച്ച് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ആ സന്ദർഭം അതൊരു മെസ്സേജാണ്, അതൊരു സന്ദേശമാണ്. നമുക്കിഷ്ടമുള്ളവരോട് മാത്രം, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരോട് മാത്രമല്ല നമ്മൾ നീതി പുലർത്തേണ്ടത്. നമ്മളെ വിമർശിക്കുന്നവരോട്, നമ്മളെ ചിലപ്പോൾ അകാരണമായിട്ടായിരിക്കും വിമർശിക്കുന്നത്, പക്ഷെ അകാരണമായി വിമർശിക്കുന്നവരോട് പോലും മനസ്സിന്റെ ഉള്ളിൽ സഹിഷ്ണുതയുടെയും കാരുണ്യത്തിന്റെയും അംശമുണ്ടാവുക എന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് നമ്മൾ ഇന്ന് ഈ റാലിയും സമ്മേളനവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്ന, ഏറ്റവും തിരക്കുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള നമ്മുടെ പ്രവാചകന്റെ ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അല്ലയോ പ്രവാചകരെ, സകലർക്കും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ, എല്ലാ തരത്തിലും ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്ദേശം നൽകിയ പ്രവാചകൻ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞ പ്രവാചകൻ, നീ നടന്നു പോകുമ്പോൾ നിന്റെ മുന്നിൽ ഉള്ള ഏതെങ്കിലും തടസ്സങ്ങൾ, റോഡിൽ തടസ്സം സൃഷ്ടിച്ചാൽ അത് മാറ്റിയില്ലെങ്കിൽ നീ വിശ്വാസിയാകില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ. മുഹമ്മദ് ഫൈസി ഓണംപള്ളി, അഷ്റഫ് സഖാഫി, അഡ്വക്കേറ്റ് ഇ സമീർ, ഷെയ്ഖ് ഹാരിസ്, കെ ജലാലുദ്ദീൻ മൗലവി, എ എം കബീർ, എം മുഹമ്മദ് മുസ്ലിയാർ, എ ഇർഷാദ്, എ അബ്ദുൽ ഷുക്കൂർ, ലിയാഖത്ത് പറമ്പി, അൻസാരി കോയിക്കലേത്ത, അസീം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഷഹീദാർ പള്ളിയിൽ നിന്നുമാണ് നബിദിന റാലി ആരംഭിച്ചത്. സൈനുദ്ദീൻ കാട്ടുശ്ശേരിൽ, എം അബ്ദുൾ റഹീം, ബിജു ബഷീർ, ഇ താജുദ്ദീൻ, ഇ സവാദ്, എം അബ്ദുൽ ഖയൂം, സലാഹുദ്ദീൻ, ഷാനവാസ് പൂവടി എന്നിവർ
റാലിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.